വാട്സപ്പിൽ വന്നിരിക്കുന്ന കോളുകൾക്കും വാട്സപ്പിലെ മെസ്സേജുകൾക്കും എല്ലാം സുരക്ഷിതത്വം നൽകുന്ന 3 പ്രധാനപ്പെട്ട ഫീച്ചറുകളാണ് എത്തിക്കുന്നത്. ഇങ്ങനെ തരുന്ന ഫീച്ചറുകളെല്ലാം കൃത്യമായി ചെയ്തു വെച്ചാൽ നിങ്ങളുടെ വാട്സപ്പ് ആർക്കും ഹൈഡ് ചെയ്യുവാൻ സാധിക്കുകയില്ല. എന്നാൽ നമുക്ക് വിശദമായി ഈ വീഡിയോയിലേക്ക് കടന്നാലോ? അതിനു മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഒന്ന് ലൈക്കും ചെയ്യണേ. വാട്സപ്പിൻ്റെ ഐക്കൺ കാണും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. വാട്സപ്പിൻ്റെ മുകളിലായി 3 ഡോട്ട് കാണും, നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ സെറ്റിംഗ്സ് എന്ന് കാണും, നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. അവിടെ പ്രൈവസി എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ വീണ്ടും അവിടെ കുറേ ഓപ്ഷനുകൾ ഇങ്ങനെ വന്നതായി കാണാൻ സാധിക്കും. നേരെ താഴെയായിട്ട് അഡ്വാൻസ്ഡ് എന്ന് കാണും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട 3 ഫീച്ചറുകളാണ് അവിടെ വന്നിരിക്കുന്നത്. ഈ 3 ഫീച്ചറുകൾ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഓരോന്നായി പരിചയപ്പെടുത്താം. ആദ്യത്തെ ഫീച്ചർ ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് എന്നുള്ളതാണ്. അതെന്താണെന്ന് പറഞ്ഞു തരാം. അറിയാത്ത നമ്പറുകളിൽ നിന്നും നമുക്ക് ഇങ്ങനെ മെസ്സേജുകൾ വന്ന് ശല്യമാകാറുണ്ട്. അങ്ങനെ വരുന്ന മെസ്സേജുകൾ ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്ക് ആ മെസ്സേജുകളുടെ ശല്യം ഒഴിവാക്കാൻ സാധിക്കും. ഓഫായി കിടക്കുന്നത് ഒന്ന് ഓൺ ആക്കി കൊടുക്കുന്നതോടുകൂടി ഇനി മറ്റൊരു ഓപ്ഷൻ പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾ എന്നുള്ള ഓപ്ഷനാണ്. അത് നിങ്ങൾ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. ഇത് ഓൺ ആക്കി കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ IP അഡ്രസ് മറ്റുള്ള ഒരാൾക്കും ലീക്ക് ആകുകയില്ല. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ ഓപ്ഷൻ ഓൺ ആക്കി വെക്കേണ്ടത്. ഓഫായി കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഓൺ ആക്കി വെക്കൂ. മൂന്നാമത്തതും അവസാനത്തതുമായ ഓപ്ഷൻ ഇതാണ്, ഡിസബിൾ ലിങ്ക് ദ പ്രിവൈവേഴ്സ് എന്നുള്ളതാണ്. ഇത് ഓഫായി കിടക്കുകയാണെങ്കിൽ ഇതൊന്ന് ഓൺ ആക്കി വെക്കുക. നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ വീഡിയോ ലിങ്കുകൾ കൈമാറുന്ന സമയത്ത് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ഫീച്ചർ തന്നിരിക്കുന്നത്. ഇത് ഓണാക്കി ഇടുമ്പോൾ യൂട്യൂബ് വീഡിയോകളൊക്കെ ചെയ്യുന്നവർക്ക് അത് അത്ര മെച്ചമല്ല. കാരണം നിങ്ങൾ ഒരു വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രീവൈവോ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളോ അതിൻ്റെ തമ്പനയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളോ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ആൾക്ക് ലഭിക്കുകയില്ല. ആ വീഡിയോയുടെ ലിങ്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് മാത്രമേ ഒരു പോരായ്മയായി കാണുന്നുള്ളൂ. മറ്റ് വീഡിയോകൾ കാണുന്ന മറ്റുള്ളവർക്ക് ഇത് ഓണാക്കിയിടാം. അത് അവർക്ക് വളരെ പ്രയോജനകരം തന്നെയാണ്. വാട്സപ്പിൻ്റെ സുരക്ഷയ്ക്കായി നൽകിയിരിക്കുന്ന ഈ ഓപ്ഷനുകൾ ഉടൻ തന്നെ ചെയ്തു വെക്കൂ. ഇത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്ത ശേഷം ഈ ഓപ്ഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.